എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2025 ജൂൺ മാസത്തില് +2 സേ പരീക്ഷ നടക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ട് ഈ മാസം 18-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ പലരും അതിൽ ജയിക്കുകയോ തോൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോറ്റവർക്കും അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞവർക്കും അവരുടെ ഈ കുറഞ്ഞ മാർക്ക് അല്ലെങ്കിൽ തോറ്റ പേപ്പർ ചില്ലറ മാർക്കിനൊക്കെ തോറ്റവരുണ്ട്, 1 മാർക്കിനൊക്കെ തോറ്റവരുണ്ട്. അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ മാർക്ക് കുറഞ്ഞവർക്ക് റീവാലുവേഷന് കൊടുത്താൽ തീർച്ചയായിട്ടും മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്കൊക്കെ റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ റീവാലുവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആവാൻ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ എക്സാമിൽ ഫെയിലായ കുട്ടികൾ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് റീവാലുവേഷൻ 3 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത് റീവാലുവേഷൻ ആണ്, രണ്ടാമത്തേത് സ്ക്രൂട്ടിനി ആണ്, മൂന്നാമത്തേത് ഫോട്ടോ കോപ്പി ആണ്. ഇവിടെ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഏതാണോ മാർക്ക് കുറഞ്ഞ പേപ്പർ അത് വീണ്ടും ഫീസ് കൊടുത്ത് വീണ്ടും അത് നോക്കുന്ന ഒരു രീതിയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ തോറ്റ ആ പേപ്പറിൽ മാർക്ക് എത്ര കിട്ടിയത് അത് ഒരിക്കൽ കൂടി കൂട്ടി നോക്കുന്ന രീതി മാത്രമാണ്. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേപ്പർ ഒന്ന് ഫോട്ടോ കോപ്പി ആവശ്യപ്പെട്ട് വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന് അപേക്ഷ കൊടുക്കാവുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2025 7-ാം മാസം, അതായത് ഈ മാസം തന്നെ 22-ാം തീയതിയാണ്. അപ്പൊ ഇന്ന് 20-ാം തീയതിയാണ്, 22-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ചൊവ്വാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ എവിടെയാണോ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്, പരീക്ഷ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷാ ഫോമും മറ്റു കാര്യങ്ങളൊക്കെ സ്കൂൾ മുഖാന്തരം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ ഫീസ് വരുന്നത് റീവാലുവേഷന് 500 രൂപയും അതുപോലെ സ്ക്രൂട്ടിനിക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷ രജിസ്റ്റർ ചെയ്ത സ്കൂളിലാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ റീവാലുവേഷൻ കൊടുത്താലും മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ തന്നെ അതിൽ നമുക്ക് അതിന്റെ റിസൾട്ട് വരുമ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് മാർക്കിന്റെ ആ റിസൾട്ട് ഉണ്ടാവുക. ചേഞ്ച് അതായത് ഏകദേശം ഇനിയിപ്പോൾ റീവാലുവേഷൻ കൊടുത്താൽ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ എത്ര സമയം എടുക്കും, വേഗത്തിൽ അഡ്മിഷൻ ഡിഗ്രി ഇവിടെ ഏകദേശം ഒക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്നൊക്കെ ചില ആളുകൾ അതിന് മുന്നോടിയായിട്ട് റിസൾട്ട് വരുമെന്നൊക്കെ ആശ്ചര്യപ്പെടുന്നവരുണ്ടാവും. ഏകദേശം 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് റീവാലുവേഷന്റെ റിസൾട്ട് വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സേ പരീക്ഷ നിങ്ങൾ എഴുതിയിരുന്നത് നിങ്ങൾ ആദ്യം പരീക്ഷ എഴുതിയ സ്കൂളിലാവണം എന്നില്ല. പല സ്കൂളുകളെയും കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സെന്റർ ആയിട്ടാണ് സേ പരീക്ഷയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതൃ സ്കൂൾ, അതായത് നിങ്ങൾ എവിടെയാണോ ആദ്യത്തെ എക്സാം എഴുതിയിരുന്നത് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ എക്സാമിന് വേണ്ടി ചെയ്ത ആ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഏതാണോ അവിടെ പോയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ റീവാലുവേഷൻ അപേക്ഷ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ റിവാലുവേഷൻ അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വന്നതിന്റെ സേ പരീക്ഷയുടെ റിസൾട്ട് വന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രിന്റ് ഔട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഒരു കോപ്പി കയ്യിൽ വെച്ചോളൂ. ഓക്കെ, പിന്നെ കഴിയുമെങ്കിൽ നമ്മുടെ ആ ഒരു ഹോൾ ടിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഈ റീവാലുവേഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് റീവാലുവേഷൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അത് ഇരട്ട മൂല്യനിർണ്ണയം നടത്തിയ പേപ്പറുകൾ ആയതുകൊണ്ടാണ്. പക്ഷേ ഇത്തരം പേപ്പറുകളിൽ നമുക്ക് ഫോട്ടോ കോപ്പിക്ക് ആവശ്യപ്പെടാം. ഓക്കെ, ഫോട്ടോ കോപ്പി ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ കോപ്പി ആവശ്യപ്പെട്ടിട്ട് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് അതിൽ മാർക്ക് എന്താണ് ഇട്ടത് എന്നൊക്കെ ഒന്ന് അറിയാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് ഇട്ടില്ല അല്ലെങ്കിൽ നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. പ്രത്യേകം ഓർക്കുക, ലാസ്റ്റ് ഡേറ്റ് റീവാലുവേഷന്റെ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിയുടെ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ മാസം 22-ാം തീയതിയാണ്, മറക്കണ്ട. ഓക്കെ, അപ്പോൾ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ, ഇത്തരത്തിലുള്ള പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.